പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് ലാലാജി മഹാരാജിൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ചുള്ള തുടർച്ചയായിട്ടുള്ള ഭണ്ഡാര നടക്കുകയായിരുന്നു. ഹാർട്ട്ഫുൾനെസ് തുടങ്ങിയ സ്ഥലം ശരിക്ക് ഷാജഹാൻപൂരാണ്, ബാബുജി മഹാരാജിൻ്റെ സ്ഥലം, UP-യിൽ. അവിടെ ആദ്യത്തെ ആശ്രമം ബാബുജി മഹാരാജ് 1976 ഉണ്ടാക്കി, ഷാജഹാൻപൂർ ആശ്രമം, ലാലാജി മഹാരാജിൻ്റെ ഓർമ്മയിൽ. അപ്പം അതിൻ്റെ 50ാം വാർഷികം ആയിരുന്നു ഇത്തവണ. അപ്പം 50ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇങ്ങനെ ഷാജഹാൻപൂരിൽ വിശദമായി 5 ബാച്ചുകളായിട്ട് ഭണ്ഡാര സെലിബ്രേറ്റ് ചെയ്തത്. അതിന് പുറമെ കാൻഹയിലുണ്ടായിരുന്നു. അങ്ങനെ മിഷൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 7 തുടർച്ചയായിട്ടുള്ള ഭണ്ഡാരകൾ, അതായത് 21 ദിവസം ഹാർട്ട്ഫുൾനെസ്സിൻ്റെ സ്ഥാപക ആചാര്യനായ ബാബുജി മഹാരാജ് സ്ഥാപിച്ച ഷാജഹാൻപൂർ ആശ്രമത്തിൻ്റെ 50ാം വാർഷികം നമ്മൾ ആഘോഷിച്ചത്. അപ്പം അതിൽ ഓരോ ഭണ്ഡാരയിലും ദാജി ഓരോ മെസ്സേജുകൾ, അദ്ദേഹത്തിന് ഗുരുപരമ്പരയിൽ നിന്ന് ലഭിക്കുന്ന മെസ്സേജുകൾ നമുക്ക് തന്നിരുന്നു. അങ്ങനെ 7 വ്യത്യസ്തമായ മെസ്സേജുകൾ അദ്ദേഹം തരികയുണ്ടായി. അതൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതം തോന്നും. ഒരു മനുഷ്യനിൽ നിന്ന് നമുക്ക് വരുന്ന തരത്തിലുള്ള മെസ്സേജുകളല്ല, പ്രകാശ ലോകത്തു നിന്നുള്ള മെസ്സേജുകളെ അദ്ദേഹം നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്ന് നമുക്ക് ഫീൽ ചെയ്യും ഓരോ മെസ്സേജും വായിക്കുമ്പോൾ. അപ്പം അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരു ഉത്സവമായിരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയായിരുന്നു നമ്മൾ കടന്നു പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ മെസ്സേജുകളുടെ ആകത്തുക എന്താണ് നമ്മളിന്ന് ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കും. കാരണം ഓരോ മെസ്സേജും ഓരോ രീതിയിൽ അതിന് പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ദാജി എന്ന് പറഞ്ഞതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ആകത്തുക എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അത് പറഞ്ഞു ഇംഗ്ലീഷിൽ ടു ബിക്കം നോബഡി. നമ്മൾ സൃഷ്ടാവിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ യഥാർത്ഥ ഗുരുവിൻ്റെ മുന്നിൽ എത്ര നിസ്സാരന്മാരാണ് എന്നുള്ള ബോധം നമുക്ക് അനുഭവവേദ്യമാക്കുക എന്നുള്ളതാണ് ഈ സന്ദേശങ്ങളിലെ എല്ലാം ഉദ്ദേശം എന്ന് പറയും. അപ്പോൾ ആത്മീയ ജീവിതത്തിൻ്റെ ഉദ്ദേശം തന്നെ പരിപൂർണമായിട്ടുള്ള ശൂന്യത. ബാബുജി മഹാരാജ് അതിന് ഇൻസിഗ്നിഫിക്കൻസ് പറയും, ഇംഗ്ലീഷിൽ അബൂദിയാത്ത് എന്ന് പറയും. അദ്ദേഹം പല ആത്മീയ സംഘടനകളിലും മതങ്ങളിലും പല രീതിയിലാണ് അതിനെ പറയുക. ജൈനമതത്തിൽ അതിനെ കൈവല്യം എന്നാണ് പറയുക. കൈവല്യം എന്ന് വെച്ചാൽ കേവലത മാത്രം, നമ്മുടെ ഹൃദയത്തിലുള്ള ശൂന്യത അത് ആർജിക്കുക എന്നുള്ളത്. ബുദ്ധമതത്തിലാണെങ്കിൽ അതിനെ നമ്മൾ നിർവ്വാണം എന്ന് പറയും, ദുഃഖമില്ലാത്ത അവസ്ഥ. ഹിന്ദുമതത്തിൽ മോക്ഷപ്രാപ്തി എന്ന് പറയും. ഭഗവത്ഗീതയിലെ അതിനെ സ്ഥിതപ്രജ്ഞ. ക്രിസ്തു മതത്തിൽ അതിനെ ദൈവത്തിൻ്റെ സാമ്രാജ്യം. ഇതെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഹൃദയത്തിൽ പരിപൂർണമായിട്ടുള്ള ശൂന്യത, നത്തിങ്നെസ് അല്ലെങ്കിൽ ഇൻസിഗ്നിഫിക്കൻസ് എന്ന് ബാബുജി മഹാരാജ് കൊണ്ട് പറയുന്നത് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. ലാലാജി മഹാരാജ് അതിനെ മറ്റൊരു രീതിയിൽ പറയും. അദ്ദേഹം പറയും നമ്മളുടെ എല്ലാവരുടെയും ഉറവിടം എന്ന് പറയുന്നത് പരിപൂർണ ശൂന്യതയാണ്. അപ്പോൾ ശൂന്യതയിൽ നിന്നാണ് നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ആ ശൂന്യത പ്രകടമാവുന്നുണ്ടെങ്കിൽ ഈശ്വരൻ ആ വ്യക്തിയിലൂടെ പ്രതിഫലിക്കുന്നു എന്നാണ് അതിനർത്ഥം. നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റ രീതിയിലും ശൂന്യത
പ്രകടമാവുന്നുണ്ടെങ്കിൽ അത് ഈശ്വരൻ്റെ പ്രതിഫലനമാണ്. പലപ്പോഴും നമ്മുടെ സംസ്കാരങ്ങളാണ് പുറത്തേക്ക് പ്രകടിപ്പിക്കുക, ശൂന്യതയല്ല, നമ്മൾ സംതിങ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൻ്റെ ഘനീഭാവം കൂടിക്കൂടി വരും. അപ്പോൾ എപ്പോഴും സംസ്കാരത്തിൻ്റെ പ്രകടനമായിട്ടാണ് ജീവിതം നമ്മൾ പ്രകടിപ്പിക്കുന്നത് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ലക്ഷ്യത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇപ്പം നമ്മുടെ ഉള്ളിൽ ഒരു ശൂന്യത അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ള അവസ്ഥ നമ്മൾ സൃഷ്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് പറയാൻ സാധ്യമല്ല എന്ത് മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ട ശൂന്യതയാണ് എൻ്റെ ഉള്ളിലുള്ളതെന്ന് പറയാൻ പറ്റില്ല. അത് വിമർശനമാണ്. അപ്പം അദ്ദേഹം പറയാം, ഗുരു പരമ്പരയിൽപ്പെട്ട ആളുകൾക്ക് പോലും ഈ വിമർശനത്തിന് അതീതരാവുന്നില്ല. മഹാഗുരുക്കന്മാരുടെ മക്കളും മരുമക്കളും അതുപോലെ തന്നെ പേരക്കുട്ടികളൊക്കെ ഈ മറ്റുള്ളവരെ വിമർശിക്കുക എന്നുള്ള സ്വഭാവവിശേഷത്തിൽ നിന്ന് മുക്തരല്ല എന്ന് പറയുന്നു. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഗുരുപരമ്പരയ്ക്ക് അത് വലിയ അപമാനമാണ്. അപ്പോൾ അവരെ പരമ്പരയെ അവർ ബഹുമാനിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ആ സാഹചര്യത്തിൽ അവരുടെ ആത്മീയ പുരോഗതി എന്ന് പറയുന്നത് മഹാഗുരുക്കന്മാരുടെ കുടുംബത്തിൽ ജനിച്ചുവെങ്കിലും ആത്മീയ പുരോഗതി ചോദ്യചിഹ്നമായി അവശേഷിക്കുമെന്ന് ദാജി പറയാം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുടുംബവുമായി നിന്ന് വ്യത്യസ്തമായിട്ടല്ല ഞാൻ പറയുന്നതെന്ന്. ഹാർട്ട്ഫുൾനെസ്സിലെ മാസ്റ്റേഴ്സിന് മാത്രമേ ഇത്രയും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ആദ്യത്തെ മെസ്സേജിൽ, ഭണ്ഡാരയുടെ ആദ്യത്തെ മെസ്സേജിലുള്ള അദ്ദേഹം പറയുന്നുണ്ട്, ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഗുരുപരമ്പര ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്ന് ആരംഭിക്കുന്നു. വിവേകാനന്ദ സ്വാമികൾ, ലാലാജി മഹാരാജ്, ബാബുജി, അങ്ങനെ ഇപ്പോൾ ദാജിയിലെത്തി നിൽക്കുന്ന ഒരു നീണ്ട ഗുരുപരമ്പരയുണ്ട് നമുക്ക്. അപ്പം ആ ഗുരുപരമ്പരയെക്കുറിച്ച് നമുക്കൊരു അഭിമാനം തോന്നേണ്ടതാണ്. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ ഈ ഗുരുപരമ്പരയെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാകേണ്ടത് അനിവാര്യമാണ് എന്നതാണ് ആദ്യത്തെ സന്ദേശത്തിൻ്റെ ആകത്തുക. അപ്പോൾ ഓരോ ആത്മീയ സാധകനും, പ്രത്യേകിച്ച് ഹാർട്ട്ഫുൾനെസ്സിലുള്ളവർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ടെന്ന് പറയാത്. ബാബുജി മഹാരാജിനെ പറഞ്ഞത് അദ്ദേഹം പറയും, ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഈ മിഷനിലെ എല്ലാ പ്രിസെപ്റ്റർമാരും വളരെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ മിഷന് ഉന്നതമായിട്ടുള്ള ഒരു ഭാവിയുണ്ട്. അപ്പോൾ ഹാർമണി അല്ലെങ്കിൽ അനുരഞ്ജനം വളരെ പ്രധാനമാണ്. എപ്പോൾ നമ്മൾ അനുരഞ്ജനത്തിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നു, അപ്പോൾ നമ്മുടെ ഹൃദയം ഹെവിയാവും, ഘനീഭാവം ഉൾക്കൊള്ളും. ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു ആത്മീയ തത്വമാണ്. എപ്പോഴെങ്കിലും നമ്മൾ ഹൃദയത്തിന് ഘനീഭാവം അനുഭവിക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ ചുറ്റുപാടുമായിട്ടും നമ്മളുമായിട്ടും തന്നെ നമ്മൾ അനുരഞ്ജനത്തിലല്ല. ഇത് ബോധപൂർവം നമ്മൾ കറക്റ്റ് ചെയ്യണം. കുടുംബത്തിലായാലും അനുരഞ്ജനം വേണം. മിഷനിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോഴും മിഷനിലുള്ള മറ്റാളുകളുമായിട്ട് അനുരഞ്ജനം അനിവാര്യമാണ്. നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയിൽ ഈ ഹാർമണി അല്ലെങ്കിൽ അനുരഞ്ജനം അനിവാര്യമാണ്. ആത്മീയതയുടെ മറ്റൊരു വാക്കാന്ന് പറയാം നമുക്ക് അനുരഞ്ജനം അല്ലെങ്കിൽ ഹാർമണി. അത് ബോധപൂർവം നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടതാണ്. ബാബുജി മഹാരാജ് അത് പ്രിസെപ്റ്റർമാരോട് പറയുക, പ്രിസെപ്റ്റർമാരോട് ഒന്നിച്ച് ഹാർമോണിയസ് ആയിട്ട് പ്രവർത്തിക്കുക. ഹാർമണി എന്നുള്ള വാക്കിൽ ഹാർമോണിയം എന്നുള്ള വാക്ക് ശ്രുതിയും താളും ലയൊക്കെ ചേരുന്ന പോലെ ഒന്ന്. എന്നിട്ട് ദാജി പറയണ 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് മെസ്സേജ് ഒന്ന് മാറ്റി. എന്നിട്ട് പറഞ്ഞു, ഈ മിഷനിലെ എല്ലാ അഭ്യാസികളും പുലിക്കുട്ടികളെ പോലെ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ദാജി പറയണ അതിൻ്റെ അർത്ഥം എന്താ? 2 ദിവസം മുമ്പ് പ്രിസെപ്റ്റർമാർ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. പിന്നീട് അത് അഭ്യാസികളിലേക്ക് അദ്ദേഹം മാറ്റി. എന്ന് വെച്ചാൽ
ഈ മിഷനിലെ ഓരോ അഭ്യാസി കൂടി ആണ് ഈ മിഷൻ മുന്നോട്ട് പോകുന്നത് എന്ന് പറയാം. മറ്റൊരർത്ഥത്തിൽ പ്രിസപ്റ്റർമാരിലുള്ള വിശ്വാസത്തിൻ്റെ കുറവ് അദ്ദേഹത്തിന് ബാബുജി മഹാരാജിന് തോന്നി എന്ന് പറയുന്നു. ഇതൊക്കെ ദാജി നമ്മളോട് പറയണതിൻ്റെ ഉദ്ദേശം നമ്മളെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല, ബോധപൂർവം നമ്മളിത് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബോധപൂർവമുള്ള പെരുമാറ്റം, സ്വഭാവത്തിൻ്റെ പരിഷ്കരണം, ബോധപൂർവം ഈ ഹാർമണി അല്ലെങ്കിൽ അനുരഞ്ജനം സൃഷ്ടിക്കുക എന്നത് നമ്മുടെ ആന്തരിക നില ഈ ശൂന്യതയിൽ ഉറപ്പിച്ചു നിർത്താൻ അനിവാര്യമാണ്. അങ്ങനെ ബാബുജി മഹാരാജ് 1982 അദ്ദേഹത്തിൻ്റെ സമാധി. 82 ഇതുപോലെ ലാലാജി മഹാരാജിൻ്റെ ബർത്ത്ഡേ സമയത്ത് അദ്ദേഹം ബസന്ത് സമയത്ത് ഒരു സന്ദേശം നൽകിയിരുന്നു. 3 വരികളുള്ളതിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു സന്ദേശമായിരുന്നു അത്. അപ്പോഴേക്കും ബാബുജി മഹാരാജിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മോശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും ആത്മീയ തലത്തിൽ ഒന്നാണ്, സ്പിരിച്വൽ ലെവലിൽ നമ്മളെല്ലാവരും ഒന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഉള്ളിൽ എല്ലാവരിലും ഉള്ള ഒരു ആത്മാവ് ഒന്നാണ് എന്ന് തത്വത്തിലെങ്കിലും നമ്മൾ അംഗീകരിക്കും. പക്ഷേ മാനസിക തലത്തിലും ബുദ്ധിപരമായ തലത്തിലും ധാർമ്മികമായ തലത്തിലും നമ്മൾ ഒന്നാണ് എന്നതാണ് വസ്തുത. അത് സാധന കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തെളിയിക്കേണ്ടിയിരിക്കുന്നു. അത് കുറച്ച് സങ്കീർണമായിട്ടുള്ള വസ്തുതകളാണ്. കാരണം ആത്മാവിൻ്റെ തലത്തിൽ ഒന്നാണ്, ആത്മാവ് ഈശ്വരൻ്റെ ഭാഗമാണ്, ഓക്കെ, നമുക്ക് സമ്മതിക്കാം. മാനസിക തലത്തിൽ നമ്മൾ ഒന്നാണ് എന്നതാണ് വസ്തുത എന്ന് ബാബുജി മഹാരാജ് പറയുന്നു. അദ്ദേഹം വസ്തുത എന്ന് പറഞ്ഞാൽ അത് വസ്തുതയാണെന്ന് അർത്ഥം. പക്ഷെ നമുക്കൊക്കെ അറിയാം നമ്മൾക്ക് വ്യത്യസ്തമായ മനസ്സാണ് നമുക്കുള്ളത്. എങ്ങനെയാണ് മാനസിക തലത്തിൽ നമ്മൾ ഒന്നാവുക? അപ്പം അതിന് ദാജി പറയും, നമ്മൾ പരസ്പരം എഗ്രിമെൻറ്റിലാവാൻ മാത്രമേ വഴിയുള്ളൂ. നമ്മൾ പരസ്പരം അംഗീകരിക്കുകയും സമ്മതിക്കുകയും മാത്രമേ നിവൃത്തിയുള്ളൂ. ഇപ്പം മിഷനിലാണെങ്കിൽ തന്നെ നമ്മളൊരു കാര്യം, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഒരേ കാര്യത്തിൽ വരുന്ന സമയത്ത് ഇതിൽ ആരുടെ അഭിപ്രായമാണ് മിഷന് ഏറ്റവും അനുകൂലമായത് എന്ന് ഓരോരുത്തരും ചിന്തിക്കുകയാണെങ്കിൽ അപ്പം തന്നെ പരിഹാരമാവും. അപ്പോൾ നമ്മൾ അനുരഞ്ജനത്തിലാവേണ്ട അല്ലെങ്കിൽ സമ്മതിക്കേണ്ട ആവശ്യകത, എഗ്രിമെൻറ്റിന് പോകേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയുകയാണ്. അതും ബോധപൂർവമായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞ അഭിപ്രായമാണ് ശരിയെന്ന് പറയും. പ്രഥമദൃഷ്ട്യാ നമുക്കങ്ങനെ തോന്നും ചെയ്യും. പക്ഷേ ബാബുജി മഹാരാജ് പറഞ്ഞ് നമ്മൾ ആലോചിക്കണം, മാനസിക തലത്തിൽ നമ്മൾ ഒന്നാണെന്നുള്ളത് ഒരു വസ്തുതയാണെന്ന് അദ്ദേഹം പറയണു. മഹാഗുരുക്കന്മാർ അങ്ങനെ പറയുമ്പോൾ അത് വസ്തുത തന്നെയാണ്. വസ്തുതയല്ല എന്നുള്ള ധാരണയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അനുരഞ്ജനം ഇത്ര വിദൂരമാവുന്നത്. ഇനി അടുത്ത തലത്തിലേക്ക് പോയാൽ ബുദ്ധിപരമായ തലത്തിൽ നമ്മൾ ഒന്നാണ് എന്നതാണ് വസ്തുത എന്ന് പറയുമ്പോൾ അദ്ദേഹം അത് കുറച്ചും കൂടി ആഴത്തിലാണ്. ബുദ്ധിയുടെ തലത്തിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ ബുദ്ധിശക്തി ഉള്ളത്. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണ് ഒന്നെന്ന് പറയാം എന്ന് നമുക്ക് സംശയം തോന്നും. അവിടെയാണ് ഹാർട്ട്ഫുൾനെസ്സിൽ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് പറയുന്നത്. ബുദ്ധിശക്തിയും വിവേകശക്തിയും രണ്ടായിട്ട് പറയുന്നുണ്ട്. ശരി തെറ്റ്, നന്മ തിന്മ, ഉയർച്ച താഴ്ച, ഇതൊക്കെ വൈരുദ്ധ്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിവേകത്തിൻ്റെ ഒരു മധ്യബിന്ദു ഉണ്ട്. അത് എല്ലാവരുടെ ഉള്ളിലും ഒന്നാണ്. അപ്പോൾ ബുദ്ധി വ്യത്യസ്തമാണെങ്കിലും ബുദ്ധിയുടെ വികാസം സംഭവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ബുദ്ധി എന്ന സൂക്ഷ്മ ശരീരം ശുദ്ധീകരിക്കപ്പെട്ട് ക്രമീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിവേകം എല്ലാവർക്കും ഒന്നാണ്. അപ്പോൾ ആ വിവേകത്തിൻ്റെ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ പലപ്പോഴും പല സെൻറ്ററുകളിലും ഇങ്ങനെ മിഷനോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ നമ്മൾ
ഇതാണ് ഇപ്പോൾ കാര്യമായിട്ട് നമ്മുടെ സഹായത്തിന് നമ്മൾ പറയും മിഷന് ഏറ്റവും ഉപകാരമായിട്ടുള്ള കാര്യം ആര് പറയണമെന്ന്. മാസ്റ്റർ മിഷൻ മെത്തേഡ്, ഈ 3 കാര്യങ്ങളെ മാത്രം നിങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ആരുടെ അഭിപ്രായമാണ് കൂടുതൽ വിവേകപൂർണമായതെന്ന് എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ഇപ്പോൾ ബുദ്ധിപരമായ തലത്തിലും നമ്മൾ ഒന്നാണ് എന്ന് പറഞ്ഞാൽ ബുദ്ധി വിവേകമാവുന്ന അവസ്ഥ, അതിനാണ് നമ്മൾ ശുദ്ധീകരണം ചെയ്യുന്നത്. ഇപ്പം ഈ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കുന്നത് ബുദ്ധിയിൽ നിന്ന് വിവേകത്തിലേക്കുള്ള നമ്മുടെ പരിണാമത്തെ തടസ്സപ്പെടുത്തുന്നത് നമ്മുടെ സംസ്കാരങ്ങളാണ്. പലതരത്തിലുള്ള ഗ്ലാസ് വെച്ച് നമ്മൾ നോക്കണ പോലെയാണ്. പച്ച ഗ്ലാസ് വയ്ക്കുമ്പോൾ എല്ലാം പച്ചയായിട്ട് കാണും. ശുദ്ധീകരണത്തിൻ്റെ ആവശ്യകതയിലേക്ക് ബാബുജി മഹാരാജ് വിരൽ ചൂണ്ടുന്നു ഈ 3 കാര്യങ്ങളും. അടുത്ത ധാർമ്മികമായിട്ട് നിങ്ങൾ ഒന്നാണെന്നാണ് വസ്തുത എന്ന് പറയും. അത് കുറച്ചും കൂടിയും സങ്കീർണമാണ്. ധാർമ്മിക തലത്തിൽ നമ്മളെല്ലാവരും ഒന്നാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ധാർമ്മികത എന്ന് പറഞ്ഞാൽ എന്താ? ധർമ്മച്ച നിലനിൽപ്പാണ്. നമ്മൾ എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും എല്ലാത്തിൻ്റെയും നിലനിൽപ്പ് ഭദ്രമാക്കുമ്പോഴാണ് ഈ തീരുമാനത്തിന് പ്രസക്തിയുള്ളൂ. അപ്പോൾ ധാർമ്മികത പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും നിലനിൽപ്പ് ഭദ്രമാക്കുക. എല്ലാ സൃഷ്ടികൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥാനമുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും നിലനിൽപ്പ് ഭദ്രമാക്കുന്നതിനെയാണ് ധാർമ്മികത എന്ന് പറയുന്നത്. അപ്പോൾ ധാർമ്മിക തലത്തിലും നമ്മൾ ഒന്നാണെന്ന് ബാബുജി മഹാരാജ് പറയുന്നത് ഒരു വസ്തുതയാണ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ആഴത്തിൽ മനനം ചെയ്ത് നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിൽ പ്രായോഗികമാക്കേണ്ട. അപ്പോൾ ഈ ഒരൊറ്റ വരിയേ ഉള്ളൂ. അടുത്ത വരിയിൽ അദ്ദേഹം പറയണത് ഇതിന് പരസ്പര വൈരുദ്ധ്യങ്ങളെല്ലാം നമ്മൾ വിട്ടുകളയേണ്ടിയിരിക്കും. ദാജി എന്ന് പറഞ്ഞ ഈ പരസ്പര വൈരുദ്ധ്യങ്ങൾക്ക് അതീതമാകുമ്പോഴാണ് പരിശുദ്ധി നമ്മുടെ ഭാഗധേയം രൂപകൽപ്പന ചെയ്യുന്നത്. പ്യൂരിറ്റി വേവ്സ് ഡെസ്റ്റിനി എന്ന് എല്ലാ ഹാർട്ട്ഫുൾനെസ് ഇതിലും കാണാൻ പറ്റും. പരസ്പര വൈരുദ്ധ്യങ്ങൾക്ക് അതീതമാകുമ്പോഴാണ് പരിശുദ്ധി നമ്മുടെ ഭാഗധേയത്തിനെ രൂപകൽപ്പന ചെയ്യുന്നത്, നമ്മുടെ വിധിയെ വീണ്ടും രൂപകൽപ്പന ചെയ്യുന്നത്. ഈ 3 വരിയാണ് ബാബുജി മഹാരാജ് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അവസാന ഭണ്ഡാര മെസ്സേജിൽ നൽകിയത്. ഈ 3 വരി എത്രയോ കാലങ്ങൾക്ക് ശേഷം നമുക്ക് ചർച്ച ചെയ്യുക മാത്രമല്ല പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാൻ എത്രമാത്രം സങ്കീർണത ഉണ്ടെന്ന് ആലോചിച്ച് നോക്കും. പക്ഷെ ഇതെല്ലാം വസ്തുതകളാണ്. അപ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങൾ അതിനെ അതീതമാവണമെന്ന് പറയുന്നു. ഹൃദയമണ്ഡലത്തിലാണ് ഈ വൈരുദ്ധ്യങ്ങൾ മുഴുവൻ. ആദ്യത്തെ 5 ചക്രങ്ങൾ, പഞ്ചഭൂതങ്ങൾ നമുക്കറിയാം. സംതൃപ്തി, അസംതൃപ്തി, സമാധാനം, സമാധാനമില്ലാത്ത അവസ്ഥ, സ്നേഹം, വെറുപ്പ്, ധൈര്യം, ഭീരുത്വം, വ്യക്തത, അവ്യക്തത. ഇതാണ് ആദ്യത്തെ 5 ചക്രങ്ങൾ. അവിടെയാണ് വൈരുദ്ധ്യങ്ങൾ. ഇത് ഹൃദയമണ്ഡലത്തിൻ്റെ അവസ്ഥയാണ്. മനോമണ്ഡലത്തിലേക്ക് വന്നാലോ ഈഗോവിൻ്റെ അല്ലെങ്കിൽ അഹം എന്നുള്ള ഭാവത്തിൻ്റെ 11 വലയങ്ങളാണ് ബാബുജി മഹാരാജ്. താരതമ്യേന മറികടക്കാൻ ബുദ്ധിമുട്ടുള്ളത് മനോമണ്ഡലമാണ്. ഈഗോ, അവിടെ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, വൈരുദ്ധ്യമേ ഉള്ളൂ. ഈശ്വരനും ഞാനും എന്നുള്ള വൈരുദ്ധ്യം മാത്രമേ ഉള്ളൂ. പക്ഷെ അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം എന്താ? അഹം എന്നുള്ള ഭാവം സാങ്കല്പികമാണ്, ഇല്ലാത്തതാണ്. ഇപ്പം ഇല്ലാത്ത ഒന്നിനെ മറികടക്കാൻ എന്ന് പറയുന്നത് ഉള്ളത് മറികടക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വൈരുദ്ധ്യങ്ങളെക്കുറിച്ചും അതുപോലെ നേരത്തെ പറഞ്ഞ നമ്മൾ ആത്മാവിൻ്റെ തലത്തിൽ മാത്രമല്ല മാനസിക തലത്തിലും ബുദ്ധിപരമായ തലത്തിലും ധാർമ്മികതയിലും ഒന്നാണ് എന്ന് ബാബുജി മഹാരാജ് പറയണത് ഹൃദയമണ്ഡലം മനോമണ്ഡലം കൂടി ചേർത്തുള്ള ഹാർട്ട്ഫുൾനെസ്സിൻ്റെ തത്വത്തിലേക്കാണ് അദ്ദേഹം പറയുന്നത്, വിരൽ ചൂണ്ടുന്നത്. പിന്നീട് ദാജി പറയുന്നത് നമ്മൾ മനോമണ്ഡലത്തിൽ നീങ്ങാൻ തുടങ്ങുമ്പോൾ 9ാമത്തെ ചക്രത്തിലെത്തുമ്പോൾ അതിനെ പ്രപന്ന എന്ന് പറയും.
പ്രപന്ന എന്ന് പറയുന്നത് പരിപൂർണ സമർപ്പണത്തിൻ്റെ വിനയത്തിൻ്റെ ഒരു ചക്രമാണ്. അതിൻ്റെ അധിപൻ ഹനുമാൻ ആണെന്ന് പറയുന്നു. ഹനു എന്ന് വെച്ചാൽ സ്വാഭിമാനം തീരെ ഇല്ലാത്തൊരാൾ. അദ്ദേഹത്തിൻ്റെ അഹം എന്നുള്ള ഭാവം അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശ്രീരാമചന്ദ്രൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ സ്വാഭിമാനമില്ല. അതാണ് 9ാമത്തെ ചക്രത്തിൻ്റെ സ്വഭാവം, പരിപൂർണ സമർപ്പണം എന്ന് പറയും. അത് കഴിഞ്ഞ് 10ാമത്തെ ചക്രത്തിലേക്ക് കടക്കുമ്പോൾ അതിനെ പ്രഭു എന്ന് പറയും. അപ്പോൾ ഈ സ്വാഭിമാനം തീരെ ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ പരിപൂർണ സമർപ്പണം കഴിഞ്ഞാണ് ഈ പ്രഭുത്വം എന്നുള്ള അവസ്ഥ വരുന്നത്. ആ അവസ്ഥയിലാണ് എന്ത് സംഭവിക്കുന്നത്? സ്വാഭിമാനം സാധകന് നഷ്ടപ്പെടുമ്പോഴാണ് ഗുരു അദ്ദേഹത്തെ, ഈ ശിഷ്യനെ അദ്ദേഹത്തിൻ്റെ മനോമണ്ഡലത്തിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ അത് 7 മാസമാണ് അങ്ങനെ ഗുരുവിൻ്റെ മനോമണ്ഡലത്തിൽ ശിഷ്യനെ ഒരു ഗർഭാവസ്ഥയിൽ സൂക്ഷിക്കണ പോലെ ആത്മീയതയിലെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണത്. ഈ 7 മാസത്തിന് ശേഷം പ്രകാശിത ലോകത്തിൽ ആത്മീയ സത്തയായിട്ട് അദ്ദേഹം നമ്മളെ പുനർജനിപ്പിക്കുന്നു. അതാണ് നമ്മൾ പ്രകാശ ലോകത്തിലുള്ള സന്ദേശങ്ങളിൽ സ്പിരിച്വൽ എൻറ്റിറ്റി അല്ലെങ്കിൽ ആത്മീയ സത്ത എന്ന് പറയും. അത് സംഭവിക്കുന്ന ഈ 9ഉം 10ഉം ചക്രത്തിനിടയ്ക്കാണ്. അപ്പോൾ ഈ സ്വാഭിമാനം അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ശൂന്യത സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് ആത്മീയ സത്തയായിട്ട് നമ്മൾ പുനർജനിക്കണം പ്രകാശ ലോകത്തിൽ. അപ്പോൾ നമുക്ക് 2 നിലനിൽപ്പാണ്. ഹിന്ദു വേദങ്ങളൊക്കെ ദ്വിജ എന്ന് പറയുന്നത് 2ാമത്തെ ജന്മം. നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് നമ്മൾ ജനിക്കുന്നു, അത് ആദ്യത്തെ ജന്മം. ഗുരുവിൻ്റെ മനോമണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ മാനസിക മണ്ഡലത്തിൽ നമ്മൾ 7 മാസം ശിശുവായിരുന്ന് അദ്ദേഹം തന്നെ നമ്മെ പ്രകാശ ലോകത്തിൽ പുനർജനിപ്പിക്കുന്ന അവസ്ഥയാണ് ദ്വിജ എന്ന് പറയുന്നത്. ഇപ്പോൾ 2 നിലനിൽപ്പാണത്. പിന്നെ ആ നിലനിൽപ്പ് ഭദ്രമാക്കുന്ന രീതിയിലായിരിക്കണം ഭൂമിയിലുള്ള നമ്മുടെ സ്വഭാവവും പെരുമാറ്റ രീതി. അവിടെയാണ് നേരത്തെ പറഞ്ഞ ഈ ഗുണവിശേഷങ്ങളുടെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മൾക്ക് പ്രവർത്തിക്കാനുള്ള മേഖല എന്ന് പറയുന്നത് നമ്മുടെ സൂക്ഷ്മ ശരീരങ്ങളാണ്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം അടങ്ങുന്ന ബോധം. ബോധത്തിലാണ് എല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ബോധത്തിനെ ശുദ്ധമാക്കേണ്ട ആവശ്യകതയുണ്ട്. അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരങ്ങളെ നമ്മൾ ശുദ്ധീകരിച്ച് ക്രമീകരിക്കേണ്ട ആവശ്യകതയുണ്ട്. ഹാർട്ട്ഫുൾനെസ്സിലെ എല്ലാ പരിശീലന പദ്ധതിയും അതിന് വേണ്ടിയാണ്. ഇപ്പം ധ്യാനം ആണെങ്കിൽ മനസ്സിനെ സമാധിയിൽ പോകുന്ന സമയത്ത് അത് ഫീലിംഗ് അല്ലെങ്കിൽ അനുഭൂതിയുടെ തലത്തിലേക്ക് പരിവർത്തനപ്പെടും. മനസ്സ് പരിവർത്തനപ്പെടുകയാണ് ഫീലിംഗ് ആയിട്ട്. എന്ത് കാര്യത്തിൻ്റെ നേരെ നമ്മുടെ മനസ്സ് പ്രയോഗിച്ചാലും എന്താണ് അതിൻ്റെ പിന്നിലുള്ള അനുഭൂതി എന്ന് നമുക്ക് അപ്പോൾ തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അവസ്ഥ. അപ്പോൾ മനസ്സ് എന്ന സൂക്ഷ്മ ശരീരത്തിൻ്റെ വികാസമാണ്. ബുദ്ധിശക്തി നമ്മൾ നേരത്തെ പറഞ്ഞു. ബുദ്ധി ശരി തെറ്റ്, ധർമ്മം അധർമ്മം എന്നുള്ള വൈരുദ്ധ്യങ്ങൾ പോകുന്നതിന് കാരണം നമ്മുടെ ഉള്ളിലുള്ള കർമ്മഫലങ്ങൾ അല്ലെങ്കിൽ സംസ്കാരങ്ങൾ അല്ലെങ്കിൽ മുദ്രകളാണ്. ശുദ്ധീകരണത്തിലൂടെ എന്താ സംഭവിക്കുന്നത്? ബുദ്ധിശക്തി വിവേകശക്തിയായിട്ട് മാറും. അപ്പോഴാണ് ബുദ്ധിയുടെ തലത്തിലും നമ്മൾ ഒന്നാണെന്ന് ബാബുജി മഹാരാജ് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകാൻ പോകും. അപ്പോൾ ശുദ്ധീകരണം ബുദ്ധിയെ വിവേകമാക്കി മാറ്റും. പ്രാർത്ഥനയോ? പ്രാർത്ഥന നമ്മുടെ അഹം എന്നുള്ള ഭാവത്തിനെ വിനയവും സ്നേഹവുമായി പരിവർത്തനപ്പെടുത്തണം, അല്ലെങ്കിൽ ഈ ശൂന്യത സൃഷ്ടിക്കണമെന്നാണ്. ഇപ്പം 3 സൂക്ഷ്മ ശരീരങ്ങളെ ശുദ്ധീകരിച്ച് ക്രമീകരിക്കാൻ 3 പരിശീലന പദ്ധതികളാണ്: ധ്യാനം, ശുദ്ധീകരണം, പ്രാർത്ഥന.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഈ എല്ലാ പരിശീലന പദ്ധതികൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. നമുക്കതിൽ ഒന്നുപോലും വിട്ടുകളയാൻ സാധ്യമല്ല. ഒന്ന് വിട്ടുകളയുമ്പോൾ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലെ ആ ഭാഗത്ത് അപര്യാപ്തത നമുക്ക് ദർശിക്കാൻ കഴിയും. അപ്പോൾ ഈ സൂക്ഷ്മ ശരീരങ്ങളെ നമ്മൾ വികസിപ്പിക്കുമ്പോഴാണ്, ഈ സാധനയുടെ സഹായത്തോടു കൂടി വികസിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവിൻ്റെ പരിശുദ്ധിയും വീര്യവും വർദ്ധിക്കും. പൊട്ടൻസി എന്ന് രാജി ഇപ്പോഴും പറയുന്നത്. അതായത് നമ്മളൊരു പ്രത്യേക വീര്യവും പരിശുദ്ധിയുമായിട്ടാണ് നമ്മുടെ ആത്മാവ് ഈ ശരീരത്തിലേക്ക് വന്നതെന്ന് വിചാരിക്കാം. അതേ പരിശുദ്ധിയും വീര്യവും ഉപയോഗിച്ച് നമുക്ക് തിരിച്ചു പോകാൻ സാധ്യമല്ല. അതിനേക്കാൾ ഉന്നതമായ പരിശുദ്ധിയും വീര്യവും ഉൾക്കൊണ്ടാൽ മാത്രമേ നമുക്ക് ഉറവിടത്തിലേക്ക് തിരിച്ചു പോകാൻ സാധ്യമുള്ളൂ. അതെന്താ അങ്ങനെ നമുക്ക് തോന്നും? അതിന് അദ്ദേഹം പറയാം, നമ്മുടെ സാധാരണ ജീവിതത്തിലെ എല്ലാ മാതാപിതാക്കളും അവരുടെ മക്കൾ അവരെക്കാൾ മെച്ചപ്പെട്ട നിലയിലാവണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ, അല്ലേ? അല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മുടെ പരംപിതാവായ ഈശ്വരൻ എന്താ ആഗ്രഹിക്കുന്നത്? ഏത് വീര്യവും പരിശുദ്ധിയും കൊണ്ടാണോ നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത്, അല്ലെങ്കിൽ അദ്ദേഹം നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചത്, അതിനേക്കാൾ ശക്തമായ വീര്യവും പരിശുദ്ധിയും കൊണ്ട് മാത്രമേ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ പറ്റൂ. ദാജേനെ പറയും, നിങ്ങളൊരു എക്സ് പൊട്ടൻസി, എക്സ് വീര്യം കൊണ്ടാണ് വന്നിരിക്കുന്നത് വെച്ചാൽ അത് 100 എക്സോ 1000 എക്സോ ആയി നിങ്ങൾ ഈ ജീവിതകാലത്തിൽ വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഉറവിടത്തിനുമായിട്ട് നമുക്ക് താതാൽപ്യം പ്രാപിക്കാൻ സാധിക്കും. അതിനാണ് ഈ ശൂന്യത നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്നത്. ഒരു ശൂന്യതയ്ക്ക് മറ്റൊരു ശൂന്യതയുമായി ലയിക്കാൻ സാധ്യത. അപ്പോൾ ഈ വീര്യവും പരിശുദ്ധിയും കൂട്ടാനാണ് എന്ത് ചെയ്യണം നമ്മൾ? അതിനെന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സൂക്ഷ്മ ശരീരങ്ങളെ ശുദ്ധമാക്കുക, ക്രമീകരിക്കുക. അതിനാണ് ഹാർട്ട്ഫുൾനെസ്സിലെ എല്ലാ പരിശീലന പദ്ധതി. നമ്മൾ ആദ്യത്തെ രണ്ടാമത്തെ മെസ്സേജിൽ അദ്ദേഹം നമ്മുടെ ഉള്ളിലുള്ള 2 ചെന്നായ്ക്കളെക്കുറിച്ച് പറഞ്ഞു. ഒന്ന് ആഗ്രഹപൂർത്തീകരണം ഒരു ഭാഗത്ത് ഭൗതിക ജീവിതത്തിലെ, മറ്റൊന്ന് ഉത്കർഷേച്ഛ അല്ലെങ്കിൽ ലക്ഷ്യബോധം. ഒരു ഭാഗത്ത് ലക്ഷ്യബോധം, മറുഭാഗത്ത് ആഗ്രഹപൂർത്തീകരണം തമ്മിലെ വടംവലിയാണ് ജീവിതം. ഈ വടംവലിയിൽ ആരാണ് ജയിക്കുന്നത് ആ ഭാഗത്തേക്കാണ് നമ്മൾ പോവുക. അല്ലെങ്കിൽ ഓരോ ഭാഗത്തെയും എത്രമാത്രം നമ്മൾ പരിപോഷിപ്പിക്കുന്നുവോ അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ വിജയവും പരാജയവും. അപ്പോൾ ലക്ഷ്യബോധം വളരെ പ്രധാനമാണ്, ഉത്കർഷേച്ഛ വളരെ പ്രധാനമാണെന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ആ ലക്ഷ്യബോധം മുന്നിൽ കണ്ടുകൊണ്ട് അതിന് അനുസരിച്ച രീതിയിൽ നമ്മുടെ സൂക്ഷ്മ ശരീരങ്ങളെ പാകപ്പെടുത്തി ആത്മാവിൻ്റെ വീര്യവും പരിശുദ്ധിയും വർദ്ധിപ്പിക്കലാണ് നമ്മുടെ ലക്ഷ്യം എന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ലക്ഷ്യബോധത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ ഭണ്ഡാര വരുന്ന സമയത്ത് ചിലർ എന്താ ഭണ്ഡാരയ്ക്ക് വരാതിരുന്നതെന്ന് വെച്ചാൽ പറയും, കുട്ടികൾക്ക് പരീക്ഷ ഉണ്ട്. നമ്മളെ ഇടയിലുള്ള എല്ലാവരും പറയണ ഒരു കാര്യമാണ്, കുട്ടികൾക്ക് പരീക്ഷ ആയതുകൊണ്ട് സത്സംഗത്തിന് വരാൻ പറ്റിയില്ല എന്ന്. ഇപ്പോൾ രാജി ചോദിക്കുന്നത് ഒരു വസ്തുതയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയണോണ്ട് നമുക്കറിയാം, എല്ലാവരും അംഗീകരിച്ചു, ഓ അത് ശരിയാണെന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ചാൽ, ഹാർട്ട്ഫുൾനെസ്സിൽ 5 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെ ബ്രൈറ്റർ മൈൻഡ് പരിശീലനമുണ്ട് കുട്ടികൾക്ക്. 15 വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് സിറ്റിംഗ് എടുത്ത് അവരെ മാസ്റ്ററുടെ സംരക്ഷണത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഉള്ള ഒരു പരിശീലന പദ്ധതി കൂടെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ അനാവശ്യമായി വേവലാതിപ്പെടുന്ന കാര്യമില്ല. അപ്പോൾ അച്ഛനോ അമ്മ ഇല്ലെങ്കിലും ആരെങ്കിലും ഉണ്ടായാൽ മതി അവരെ വീട്ടിൽ, അവർ പരീക്ഷ എഴുതിക്കോളും. ദാജിയുടെ കാര്യത്തിൽ അദ്ദേഹം പറയാം, അദ്ദേഹത്തിൻ്റെ ഫാർമസി പരീക്ഷ സമയത്താണ് അഹമ്മദാബാദിൽ ഭണ്ഡാര നടക്കണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം രാവിലെ പോയി പരീക്ഷ എഴുതും, അത് കഴിഞ്ഞ് വന്ന് നേരെ ആശ്രമത്തിൽ പോയി അവിടെ വോളണ്ടറി വർക്കുണ്ട്. എല്ലാ പരീക്ഷയും അങ്ങനെ എഴുതി, എല്ലാ പരീക്ഷയിലും അദ്ദേഹത്തിന് സ്വർണ്ണ മെഡൽ കിട്ടിയ പരീക്ഷകളായിരുന്നു അതെന്ന് പറയുന്നത്.
അപ്പോൾ ദാജി ചോദിക്കുന്നത്, അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങളുടെ കുട്ടികളെ ഭാവിക്ക് വേണ്ടി തയ്യാറാക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് അവിടെ. ഓരോ സാഹചര്യത്തിലും നിങ്ങളുടെ സംരക്ഷണം അവർക്ക് ആവശ്യമാണെങ്കിൽ എന്ത് തയ്യാറെടുപ്പാണ് ജീവിതത്തെ നേരിടാൻ അവർ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ അവർക്ക് കൊടുക്കുന്നതെന്നുള്ളതാണ് അതിലെ ചോദ്യം, ആഴത്തിലുള്ള ചോദ്യം. പ്രഥമ ദൃഷ്ട്യാ നമുക്ക് കാണുമ്പോൾ കുട്ടികളുടെ പരീക്ഷയെ അച്ഛനും അമ്മയും ഇന്ന് വീട്ടിൽ ലീവ് എടുത്തിരിക്കുക. അപ്പം അതിൻ്റെ പിന്നിലെ പ്രധാന പ്രശ്നം അവരെ നമ്മൾ സ്വയം പര്യാപ്തരാക്കുന്നില്ല, ജീവിത ലക്ഷ്യത്തിൻ്റെ പാതയിലേക്ക് അവരെ കൊണ്ടുവരുന്നില്ല. ആർട്ട്ഫുൾനെസ്സിൽ നിന്ന് അത് എല്ലാ 5 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെയുള്ള തയ്യാറെടുപ്പിനുള്ള എല്ലാ സമ്പ്രദായങ്ങളും ഉണ്ട് കുട്ടികൾക്ക്. അപ്പോൾ ഭാവിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. അത്തരം കുട്ടികൾ വളർന്നു വന്നാലേ അവർ പിന്നീട് വിവാഹം കഴിക്കുമ്പോൾ ഉന്നതമായ ആത്മാക്കൾക്ക് ഈ ലോകത്തിലേക്ക് വരാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ മക്കളെ പോലുള്ള മക്കളെയാണ് നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ. കാരണം എന്താ, നമ്മൾ ആ സമയത്ത് ആധ്യാത്മിക പരിശീലനങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ മാനസിക നില എങ്ങനെയായിരുന്നു, അതിനനുസരിച്ചുള്ള ആത്മാക്കളെയാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് ഭാവി തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയും കൂടി. മഹാഭാരതത്തിൽ അങ്ങനെ ഒരു രംഗമുണ്ട്, ദ്രോണാചാര്യർ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ നമ്മൾ, പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും ഗുരു. അപ്പോൾ അദ്ദേഹം ഈ പാണ്ഡവ സൈന്യത്തിന് ഇങ്ങനെ കാര്യമായ നാശനഷ്ടങ്ങളുണ്ട്. അദ്ദേഹം കൗരവഭാഗത്ത് നിന്നിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ വധിക്കേണ്ടത് അനിവാര്യമാണെന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു. ഇപ്പോൾ ഗുരുവിനെ വധിക്കണം, അതാണ് അർജുനന് കൊടുത്ത ദൗത്യം. അപ്പം അതിന് ഒരേ ഒരു വഴിയുള്ളൂ, അദ്ദേഹത്തിൻ്റെ ആയുധങ്ങൾ തന്നെ താഴെ വയ്ക്കണം. അപ്പം അദ്ദേഹം ആയുധം താഴെ വയ്ക്കാൻ പറ്റിയ ഒരേ ഒരു സാഹചര്യമുള്ളൂ, അദ്ദേഹത്തിൻ്റെ മകൻ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞാൽ മതി. കാരണം ഈ മകൻ്റെ മേലെയാണ്, ധൃതരാഷ്ട്രയേക്കാൾ അന്ധനാണ് ഈ പുത്രമോഹം കൊണ്ട് ദ്രോണാചാര്യർ. ധൃതരാഷ്ട്രത്തിന് അന്ധനാന്ന് നമുക്ക് പറയാം, ഇയാൾ കണ്ണ് കാണും, പക്ഷേ പുത്രമോഹം കൊണ്ട് അത്രയും ഒരു അന്ധനായ ആളാണ് ദ്രോണാചാര്യർ. അപ്പം അതാണ് ഇതിന് പരിഹാരം എന്ന് കണ്ടുപിടിക്കും ശ്രീകൃഷ്ണൻ. അപ്പോൾ ആളുകൾ വന്നിങ്ങനെ ഭടന്മാർ വന്ന് പറയാണ് ദ്രോണാചാര്യരുടെ അടുത്ത് വന്നിട്ട്, ഭീമനും പിന്നെ അശ്വത്ഥാമാവും കൂടി യുദ്ധം നടക്കുകയാണ്, അടുത്ത് തന്നെ അശ്വത്ഥാമാവിൻ്റെ അന്ത്യശ്വാസം വരും എന്ന് പറഞ്ഞു. ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള ഈ മെസ്സേജുകൾ ഇങ്ങനെ വരുന്നതോട് കൂടിയിട്ട് ദ്രോണാചാര്യൻ എന്ത് ചോദിച്ചാൽ അർജുനനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക, അത് നിർത്തിയിട്ട് അദ്ദേഹം അവിടേക്ക് പോവുകയാണ് മകനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ തേര് കൊടുന്ന് തടയും ഇദ്ദേഹത്തിനെ. അപ്പോൾ പറയാം, അർജുന മാറി നിൽക്കുക, ഞാൻ എൻ്റെ മകനെ സംരക്ഷണം കൊടുക്കാൻ പോവുകയാണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാം എന്ന് പറയും. അപ്പോൾ ശ്രീകൃഷ്ണൻ പറയും, അല്ല മകൻ മരിക്കാറായി എന്നല്ലേ ഇപ്പോൾ കേട്ടത് എന്ന് പറയും. അപ്പോൾ അവിടുന്ന് ശ്രീകൃഷ്ണനും ദ്രോണാചാര്യരും തമ്മിലുള്ള ഒരു സംവാദമുണ്ട് മഹാഭാരതത്തിൽ. വളരെ പുത്രമോഹം കൊണ്ട് അന്ധന്മാരായ ആളുകൾക്ക് പറ്റിയ ഒരു സന്ദേശമാണത്. അപ്പോൾ ശ്രീകൃഷ്ണൻ ചോദിക്കും ദ്രോണാചാര്യരോട്, നിങ്ങളുടെ മകൻ അശ്വത്ഥാമാവ് മരിച്ചോ മരിച്ചില്ലേ എന്നല്ലേ നിങ്ങളുടെ പ്രശ്നം. ഇപ്പോൾ ഇന്ന് മരിച്ചില്ലെങ്കിൽ അദ്ദേഹം നാളെ മരിക്കുമല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം മരിക്കും. ജനിച്ച ആളുകളൊക്കെ മരിക്കും എന്നുള്ള ഉറപ്പാണ്. പക്ഷേ ഈ വാർദ്ധക്യത്തിലും അങ്ങയുടെ മകനെ സംരക്ഷിക്കേണ്ടി വരുന്നു. ദ്രോണാചാര്യ വൃദ്ധനായിരിക്കുന്നു. അപ്പോൾ ഈ വൃദ്ധാവസ്ഥയിൽ പോലും നിങ്ങളുടെ മകന് നിങ്ങളുടെ സംരക്ഷണം ആവശ്യമുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? നിങ്ങളൊരു ആചാര്യനാണെങ്കിലും എന്ത് വിദ്യയാണ് നിങ്ങളുടെ മകന് നിങ്ങൾ പകർന്നു കൊടുത്തത്? ധാർമ്മികത അവനിൽ സൃഷ്ടിച്ചെടുത്തിരുന്നുവെങ്കിൽ അവനിപ്പോൾ ധർമ്മപുത്രരുടെ ഭാഗത്തുണ്ടായിരുന്നു, അവൻ്റെ ജീവനെക്കുറിച്ച് അങ്ങേക്ക് വേവലാതി വേണ്ടായിരുന്നു.
അപ്പോൾ ശരിയായ രീതിയിൽ ഉള്ള ശിക്ഷണം അങ്ങയുടെ മകന് കൊടുക്കാത്തതുകൊണ്ട് അവൻ ദുഷ്ടന്മാരുടെ ഭാഗത്തു നിന്ന് യുദ്ധം ചെയ്യുന്നു. അപ്പോൾ അങ്ങ് എവിടുത്തെ ആചാര്യനാണ്? അങ്ങ് ആചാര്യനല്ല, വേറൊരു പരിശീലകൻ്റെ ലെവലിലേക്ക് താഴ്ന്നിരിക്കണമെന്ന്. ശ്രീകൃഷ്ണന് മാത്രമേ അദ്ദേഹത്തിനോട് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിലോ വേറെ ആരെങ്കിലും ആണെങ്കിൽ അദ്ദേഹം തലയെടുക്കും. അപ്പോഴാണ് ദ്രോണാചാര്യർ അല്പം ആലോചിക്കുന്നത് ഇതിനെക്കുറിച്ച്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ അദ്ദേഹം ഒന്ന് ആത്മവിമർശനത്തോടെ നോക്കണം. അതുവരെ അത് ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് പിന്നീട് അദ്ദേഹം പറയാ, കൃഷ്ണ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ? അപ്പം നിങ്ങൾ ശരിയായ രീതിയിലുള്ള ഒരു ആചാര്യനല്ല. അപ്പോൾ ഒരേ ഒരു വഴിയുള്ളൂ, നിങ്ങൾ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്ത അതേ വിദ്യ കൊണ്ട് നിങ്ങളുടെ അവസാനം സംഭവിക്കണം. അത് മാത്രമേ പരിഹാരമുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പകർന്നു കൊടുത്ത വിദ്യ തന്നെ അപര്യാപ്തമായതുകൊണ്ട് അത് നിങ്ങളുടെ മരണത്തിന് കാരണമാവുന്നതോടുകൂടി നിങ്ങൾക്ക് മോക്ഷപ്രാപ്തിയാകുന്നു. നല്ല പരിഹാരമല്ലേ? അപ്പോഴാണ് ദ്രോണാചാര്യർ താഴെ ഇരുന്ന് ആയുധം ഉപേക്ഷിച്ച് ധ്യാനത്തിലിരിക്കുന്നത്. അപ്പോഴാണ് ദൃഷ്ടദ്യുമ്നൻ വന്ന് ഗുരുവിൻ്റെ തല മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇന്ന് മനസ്സിലാക്കേണ്ട പാഠം എന്താണ്? ഫാസ്റ്റ് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞ ഉദാഹരണം അത്രയേ ഉള്ളൂ. ഭണ്ഡാര സമയത്ത് ഭണ്ഡാരിക്ക് വരുന്നില്ലെങ്കിൽ മക്കളുടെ പരീക്ഷയാണെന്ന് പറയുന്ന മാതാപിതാക്കൾ പുത്രമോഹം കൊണ്ട് നമ്മൾ എത്രമാത്രം അന്ധരായിരിക്കുമെന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. മാത്രമല്ല, ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കുട്ടികളെ ഏത് രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്? നല്ല ശിക്ഷണം അവർക്ക് കൊടുത്തിട്ടുണ്ടോ? ആ രീതിയിൽ നോക്കുമ്പോൾ ഹാർട്ട്ഫുൾനെസ് ഭാവി തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ആവശ്യകത വളരെ അനിവാര്യമാണ്. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യകത, അടുത്ത തലമുറയെ ധ്യാനിപ്പിക്കേണ്ട ആവശ്യകത. ഇന്ന് എല്ലാവരും അഭിപ്രായം പറയും, കോളേജുകളിലും സ്കൂളുകളിലൊക്കെ കുട്ടികൾ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നു. അങ്ങനെ നമുക്ക് പറയാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടെയാണ് അവർ കടന്നു പോകുന്നത്. എന്തായിരിക്കും നമ്മുടെ ഭാവി തലമുറ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതിനെല്ലാം കാരണം മാതാപിതാക്കളുടെ മനോഭാവമാണ്. ഈ കുട്ടികൾ ഉണ്ടാവുന്ന സന്ദർഭത്തിൽ ഈ മാതാപിതാക്കൾ ഏത് രീതിയിലുള്ള മാനസിക തലത്തിലായിരുന്നു, ആ തരത്തിലുള്ള ആത്മാക്കളെയാണ് നമ്മൾ ആകർഷിക്കുന്നത്. അപ്പോൾ ഹാർട്ട്ഫുൾനെസ് വളരെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അനിവാര്യതയാണ്. അപ്പോൾ ഈ ശൂന്യത എന്നത് നമ്മുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കലാണ് ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം. അത് നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റ രീതിയിലും പ്രകടമാവേണ്ടിയിരിക്കുന്നു. അതിന് തടസ്സമായി നിൽക്കുന്ന പല പല ഘടകങ്ങളെക്കുറിച്ച് ഈ സന്ദേശങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കും. പ്രധാനപ്പെട്ട 6 വൈകല്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ ആത്മീയ പുരോഗതിക്ക് തടസ്സമായിട്ടുള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞു, വിഘടിക്കപ്പെട്ട ഹൃദയം. എന്താണ്? ഒരു ഭാഗത്ത് ആഗ്രഹപൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള തൃഷ്ണ, മറ്റേ ഭാഗത്ത് ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ ഉത്കർഷേച്ഛ. അതാണ് ഒരു വൈകല്യം. മറ്റൊന്ന്, ജീവിത ലക്ഷ്യം നമ്മൾ മറന്നുപോയി. പ്രധാന പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ജീവിത ലക്ഷ്യം നമ്മൾ ആത്മീയതയല്ല നമുക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഭൗതിക ജീവിതത്തിലെ ആഗ്രഹപൂർത്തീകരണങ്ങൾക്ക്. അപ്പോൾ ജീവിത ലക്ഷ്യം മറന്നുപോകലാണ് സാധാരണ നിലയ്ക്ക് തമോ ഗുണമായിട്ട് പ്രകടമാകുന്നത്. തമസ് അല്ലെങ്കിൽ മടി എന്ന് പറയും. പൂർത്തീകരിക്കാത്ത ജീവിത ലക്ഷ്യം ഒരു ഘനീഭാവമായിട്ട് നമ്മുടെ ഉള്ളിൽ നിൽക്കും. അതാണ് രണ്ടാമത്തെ വൈകല്യമായിട്ട് അതുണ്ട്. മൂന്നാമത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, അഹം എന്നുള്ള ഭാവം. ബാപ്പുജി മഹാരാജ് പറഞ്ഞു 11 വലയങ്ങളുണ്ട്. പ്രാർത്ഥനയാണ് അതിന് പരിഹാരം. ഹാർട്ട്ഫുൾനെസ്സിലെ പ്രാർത്ഥന അഹം എന്നുള്ള ഭാവത്തിനെ വിനയവും സ്നേഹമാക്കി പരിവർത്തനപ്പെടുത്തും. നമ്മളത് ബോധപൂർവം ചെയ്യേണ്ടതാണ്. വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ കൂടിയാണ് ഈ അഹം എന്നുള്ള ഭാവം പരിവർത്തനപ്പെടുന്നത്. അതാണ് മൂന്നാമത്തെ വൈകല്യമായിട്ട് ദാജി പറയുന്നത്. നാലാമത്തെ അദ്ദേഹം പറയണത് സംശയം. ബാബുജി മഹാരാജ് പറയും, ഡൗട്ട് പോയ്സൺസ് ദ വിൽ. സംശയം ഇച്ഛാശക്തിയിൽ വിഷം കലർത്തും.
ഇപ്പം നമ്മൾ കുറച്ച് മെഡിറ്റേറ്റ് ചെയ്ത് നമുക്കൊരു ശാന്തിയൊക്കെ അനുഭവിക്കുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കും, ശാന്തിയൊക്കെ അനുഭവിക്കും, ഇത് വാസ്തവത്തിൽ യാഥാർത്ഥ്യമാണോ? അല്ലാത്ത അവസ്ഥയിലോ ജീവിതത്തിൽ മുഴുവൻ ആകെ അസ്വസ്ഥതയും ടെൻഷനും ഡിപ്രഷനുമാണ്. അത് യാഥാർത്ഥ്യമാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് സംശയം എന്ന് പറയുന്നത്. അതൊരു വൈകല്യമാണ് ആത്മീയ പുരോഗതിയിൽ. ഇതൊക്കെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ കാണുന്ന വസ്തുതകളാണെങ്കിലും ഇതെല്ലാം നമ്മളെ ആത്മീയ ജീവിതത്തിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് സംശയം. മറ്റൊന്ന് അസൂയ. നമ്മളതിനെ അതിസൂക്ഷ്മമായിട്ട് നമ്മൾ ആലോചിക്കണം. നമുക്ക് കിട്ടാത്തൊരു സാധനം മറ്റുള്ളവർക്ക് കിട്ടുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാവുന്ന വികാരം എന്താ? അപ്പോൾ നമ്മുടെ പുറത്തുള്ള എന്തോ ഒരു അപര്യാപ്തത, സാങ്കല്പികമായ ഒരു അപര്യാപ്തതയാണ് ഈ വൈകല്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അസൂയ. അതെല്ലാം ഹൃദയമണ്ഡലത്തിൽ വരുന്ന വൈകല്യങ്ങളാണ്. ചിലപ്പോൾ ഭൗതിക ജീവിതത്തിലാവില്ല ഈ അസൂയ. ആത്മീയ ജീവിതത്തിൽ ഒരാൾ പുരോഗമിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നാം. അപ്പോൾ അത് കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ള അസൂയയാണ്. താരതമ്യേന ബുദ്ധിമുട്ടാണ് അത് മാറ്റാൻ. സ്ഥൂലമായിട്ടുള്ള അസൂയയെ നമുക്ക് കൈകാര്യം ചെയ്യാം. എന്തിനാ അങ്ങനെ അസൂയപ്പെടുന്നത് ആലോചിക്കാം. പക്ഷേ അത് സൂക്ഷ്മമാവും തോറും നമുക്ക് നീക്കം ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ്. അതാണ് 5ാമത്തെ വൈകല്യമായിട്ട് അദ്ദേഹം പറയാം. 6ാമത്തായിട്ട് മുൻവിധികൾ. എന്ത് കാര്യം കണ്ടാലും ഇതിങ്ങനെയാണ്, അതങ്ങനെയാണെന്ന് നമ്മൾ ഉറപ്പിക്കുക. ഇപ്പോൾ മുൻവിധി കൊണ്ടുള്ള പ്രശ്നം എന്താണ്? യാഥാർത്ഥ്യം നമുക്ക് കാണാൻ സാധ്യമല്ല. നമുക്ക് എല്ലാവർക്കും ഉള്ള എന്തെങ്കിലും കാര്യം കേൾക്കുമ്പോഴേക്കും നമ്മൾ അപ്പം തന്നെ ഒരു ജഡ്ജ്മെൻ്റ് ഇടുക എന്ന് പറയും, ഇതിങ്ങനെയാണെന്ന്. അല്ലെങ്കിൽ എനിക്കറിയാമെന്ന് പറയും, എന്നിട്ട് ബാക്കി പറയാം. ഇതെല്ലാം മുൻവിധികളാണ്. മുൻവിധി ആധ്യാത്മിക പുരോഗതിക്ക് തടസ്സമാണ്. കാരണം എന്താ? ഇപ്പോൾ ഈശ്വരനെ കുറിച്ച് തന്നെ ഏറ്റവും വലിയ മുൻവിധി പറയും, ഈശ്വര വിശ്വാസമുണ്ട് ഒരാൾക്ക് നിൽക്കുക, അതൊരു മുൻവിധിയാണ്. കാരണം ആ വിശ്വാസം എന്ന് പറയുന്ന അനുഭവം ഇല്ല നമുക്ക്. ഇപ്പോൾ വിശ്വാസത്തോടു കൂടി അവിടെ നിന്ന് പോകും നമ്മളെ. ഇപ്പോൾ ഈശ്വരനുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ആ വിശ്വാസത്തിൽ നിന്ന് അനുഭവത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ പോവാതെ വിശ്വാസത്തിൽ തന്നെ നമ്മൾ പിടിച്ച് മുറുക്കിയിരിക്കാൻ നിൽക്കുക. അതാണ് മതങ്ങളുടെ പ്രശ്നം. ഞാൻ ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഇസ്ലാം ധർമ്മത്തിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ധർമ്മത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു മുൻവിധിയാണ്. കാരണം നിങ്ങൾക്ക് അനുഭവമില്ല. ധ്യാനത്തിലൂടെയാണ് നമുക്ക് അനുഭവം കിട്ടുന്നത്. ആ അനുഭവം നമ്മളെ പരിപൂർണ ശൂന്യതയിലേക്കാണ് നയിക്കുന്നത്. ഇപ്പോൾ മുൻവിധി എന്ന് പറയുന്നതിന് വളരെ ബൃഹത്തായ ഒരർത്ഥമുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട 6 വൈകല്യങ്ങളെക്കുറിച്ച് ദാജി മെസ്സേജുകൾ കൂടി നമുക്ക് തരുന്നത്. അപ്പോൾ ജീവിതകാലം മുഴുവൻ നമുക്ക് മനനം ചെയ്യാനുള്ള അത്ര മെസ്സേജുകൾ ഈ കഴിഞ്ഞ 1.5 മാസത്തെ ഭണ്ഡാര സന്ദേശങ്ങളിലൂടെ അദ്ദേഹം തന്നിട്ടുണ്ട്. നമ്മളെല്ലാ ഭാഷകളിലും തർജ്ജമ ചെയ്ത് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. വിശദമായിട്ട് അത് കേട്ട് മനനം ചെയ്ത് സ്വാംശീകരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണ് സമയത്ത് ബാബുജി മഹാരാജ് പറയുന്നത്, ലക്ഷ്യം വിദൂരമല്ല, വളരെ അടുത്താണ് ലക്ഷ്യം. അതിൻ്റെ കൂടെ അദ്ദേഹം പറയുന്നുണ്ട്, അതിനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത്, അതിൻ്റെ പാസ്വേഡ് എന്ന് പറയുന്നത് നിരന്തര സ്മരണയാണ്. ലക്ഷ്യത്തിലേക്കുള്ള പാസ്വേഡ്. താങ്ക് യു. നമസ്കാരം.